ആ സമയത്ത് ഞാൻ സ്വപ്നത്തിൽ പോലെ ഈ കൃഷ്ണൻ്റെ ഒരു നല്ലൊരു വിഗ്രഹം ഉണ്ട് എൻ്റെ വീട്ടിൽ. അപ്പോൾ അതിങ്ങനെ വന്ന് നിന്നിട്ട് ഇങ്ങനെ ചുണ്ടോട് കൂടിയിട്ട് ഇങ്ങനെ പറയുകയാണ്, എനിക്കൊരു മുല്ലപ്പൂ മാല വേണം എന്നോട്. ചേച്ചി എന്തെങ്കിലും അങ്ങനെ ജീവിതത്തിൽ ഇപ്പോൾ ഭഗവാൻ മൂലം എന്തെങ്കിലും? എനിക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടായിരുന്നില്ല. ഒരു 2-3 വർഷം, 2.5 വർഷം കഴിഞ്ഞതിന് ശേഷമാണ് അവിടേക്ക് അവതാരം കൃഷ്ണനാട്ടം നടത്താൻ പറഞ്ഞു. അതിന് ശേഷമാണ് മോനുണ്ടായത്. ഹരേ കൃഷ്ണ, നമസ്കാരം. എന്നത്തെയും പോലെ തന്നെ ഇന്നും ഒരു കൃഷ്ണാനുഭവ വീഡിയോയാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. ഭഗവാനെ അത്രമേൽ സ്നേഹിക്കുന്ന 3 ഭക്തജനങ്ങൾ, അവരുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള മറക്കാനാകാത്ത അനുഭവങ്ങൾ. അതിൽ മാംസാഹാരങ്ങൾ ഉപേക്ഷിച്ച കഥയുണ്ട്, കണ്ണൻ സ്വപ്നത്തിൽ വന്ന കഥയുണ്ട്, കുട്ടികളുണ്ടാകാതെ വർഷങ്ങളോളം ഇരുന്ന് ഭഗവാന്റെ അനുഗ്രഹത്താൽ സന്താനങ്ങൾ ഉണ്ടായ കഥയുണ്ട്. ഇവയെല്ലാം കേട്ടുകഴിയുമ്പോൾ തീർച്ചയായും നമ്മൾ കൂടുതലായി കണ്ണനിലേക്ക്, ഭഗവാനിലേക്ക് അടുക്കും. അത് തീർച്ചയാണ് കേട്ടോ. മുഴുവനായി തന്നെ കാണുക. ഈ അമ്മമാര് പറയുന്ന ഓരോ കാര്യങ്ങളും അനുഭവങ്ങളും ശ്രദ്ധയോടെ കേട്ടിരിക്കുക. പിന്നെ പ്രത്യേകം എടുത്ത് പറയേണ്ടതില്ലല്ലോ, വീഡിയോ കാണുന്ന വേളയിൽ ഇപ്പോൾ തന്നെ ചെറുതായിട്ടൊന്ന് ലൈക്ക് ചെയ്യുന്ന കാര്യം കൂടി പരിഗണനയിൽ വെക്കാട്ടോ. എന്നിരുന്നാൽ മാത്രമേ ഇതേപോലെയുള്ള കൂടുതൽ അനുഭവങ്ങൾ അത് മറ്റുള്ള ഭക്തജനങ്ങളിലേക്കും എത്തിച്ചേരുകയുള്ളൂ. ശരി, അപ്പോൾ ഒട്ടും ദീർഘിപ്പിക്കുന്നില്ല, ഭഗവാന്റെ ഈ നാമത്തിൽ തന്നെ നമുക്ക് തുടങ്ങാം. എൻ്റെ പേര് ബിനി കൃഷ്ണ ഗുരുവായൂരപ്പ. ഞാൻ ഭയങ്കര ഗുരുവായൂരപ്പൻ്റെ ഭക്തിയാണ്. അത്ര ആത്മാർത്ഥമായിട്ട് നമ്മുടെ ഒരു എൻ്റെ എല്ലാമാണ് പറയണമെങ്കിൽ. അപ്പോൾ ഒരു ദിവസം കോവിഡ് വന്നു. എനിക്ക് കോവിഡ് വന്നിട്ട് കിടപ്പാണ് ഞാൻ റൂമിൽ. അപ്പോൾ 3 പനിയും വിട്ട് മാറുന്നില്ല, നല്ല ഭയങ്കര മേലുവേദന, അങ്ങനെ അതൊക്കെ ആയിട്ട് കിടക്കുമ്പോൾ വൈകുന്നേരം ഒരു 4 മണിയായിട്ടുണ്ടാവും, രാത്രി പുലർച്ചെ. അപ്പോൾ ശരിക്കും ഞാനിങ്ങനെ ബോധമില്ലാത്ത പോലത്തെ ഒരവസ്ഥ. എനിക്കിങ്ങനെ എണിക്കാനും പറ്റണില്ല, മിണ്ടാനും പറ്റണില്ല, ആരെ വിളിക്കാനും വീട്ടിലുള്ളവരൊന്നും വിളിക്കാൻ പറ്റണില്ല. ആ സമയത്ത് ഞാൻ സ്വപ്നത്തിൽ പോലെ ഈ കൃഷ്ണൻ്റെ ഒരു നല്ലൊരു വിഗ്രഹം ഉണ്ട് എൻ്റെ വീട്ടിൽ. അപ്പോൾ അതിങ്ങനെ വന്ന് നിന്നിട്ട് ഇങ്ങനെ ചുണ്ടോട് കൂടിയിട്ട് ഇങ്ങനെ പറയുകയാണ്, എനിക്കൊരു മുല്ലപ്പൂ മാല വേണം എന്നോട്. ഞാൻ പെട്ടെന്ന് ശരിക്കും യഥാർത്ഥത്തിൽ പോലെ പെട്ടെന്ന് ഇങ്ങനെ ഇട്ടിട്ട് എന്ന് ചോദിച്ചു. അപ്പോഴാണ് ഞാൻ ബോധത്തിലേക്ക് വീണത്. അപ്പോൾ എനിക്ക് മുല്ലപ്പൂ മാല വേണമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പെട്ടെന്ന് ഇട്ടു. അപ്പോൾ എനിക്ക് എണിക്കാനൊന്നും പറ്റണില്ല. അപ്പം ഞാൻ അവിടെ തന്നെ ഗ്യാസ് ഞാൻ ഒറ്റയ്ക്ക് തന്നു. അപ്പോൾ ആ ഗ്യാസ് അതിൽ ചൂട് കഞ്ഞിയൊക്കെ ഇങ്ങനെ കുടിച്ച് അതിൽ പിന്നെ എനിക്ക് ശരിക്കും ഞാൻ ആ കോമയിൽ പോവില്ല, ആ അവസ്ഥയിൽ എത്തിയിട്ട് അവിടെ നിന്ന് എനിക്ക് ഇത് ആയത്. പിന്നെ ഞാൻ വിളിച്ചപ്പോൾ ഇട്ട് നോക്കിയപ്പോൾ എനിക്ക് കോവിഡിൻ്റെ ഒരു ലക്ഷണമില്ല, ക്ലിയർ ആയിട്ട് മാറി. വലിയ അത്ഭുതമാണ് എനിക്ക് കൃഷ്ണ ഗുരുവായൂർ. ഇപ്പം ഞാൻ ഇടയ്ക്കിടയ്ക്ക് പോകും ഗുരുവായൂർ ദർശനം നടത്തും. ഇപ്പോൾ എനിക്ക് പോകുമ്പോൾ എനിക്ക് ലൈനിൽ വലിയ തിരക്കുണ്ടെങ്കിൽ എനിക്ക് നിൽക്കാൻ പറ്റില്ല. അപ്പം ഞാൻ പലപ്പോഴും പുറത്ത് നിന്ന് തൊഴുതിട്ട് പോരാറുണ്ട്. ഇപ്പം ഞാൻ ഇത് മാത്രം പ്രാർത്ഥിക്കുന്നുള്ളൂ, വലിയ തിരക്കില്ലാണ്ടൊക്കെ ഒന്ന് പോയി തൊഴാൻ പറ്റില്ല. ഇപ്പോൾ 2 പ്രാവശ്യമായി ഞാൻ പോകണു. ആ ദിവസം ഞാൻ പോകുമ്പോൾ വലിയ തിരക്കില്ലാണ്ട് എനിക്ക് തൊഴാൻ പറ്റുന്നുണ്ട്. അതെനിക്കൊരു വലിയ അനുഗ്രഹമാണ്. സാധാരണ ഗുരുവായൂർ പോകുമ്പോൾ എന്തൊക്കെ വഴിപാടാണ് കഴിക്കാറ്? ഞാൻ വഴിപാട് കഴിക്കാൻ വെണ്ണ കഴിക്കും, പിന്നെ ത്രിമധുരം, പിന്നെ പാൽപ്പായസം വല്ലപ്പോഴും കഴിക്കുള്ളൂ. പിന്നെ ഞാൻ എൻ്റെ ശക്തിക്കൊത്തൊരു വഴിപാട് അവിടെ ചെയ്യും. ഈ എന്തുകൊണ്ടായിരിക്കും ഇപ്പം എല്ലാ അമ്മമാർക്കാണെങ്കിലും ഭക്തർക്ക് കൃഷ്ണനെ ഭയങ്കര ഇഷ്ടമായി? എന്തുകൊണ്ടായിരിക്കും അങ്ങനെ ഇഷ്ടപ്പെടാൻ കാരണം? കൃഷ്ണൻ നമ്മുടെ എല്ലാമാണ്. എന്താന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കെല്ലാം നമ്മൾ വിചാരിച്ച കാര്യങ്ങളും ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ഒരു അത്ഭുതമാണ് കൃഷ്ണൻ. ശരിക്കും എല്ലാം നമുക്ക് ഇപ്പം ഞാൻ എന്താ പറയുക, വാക്കുകളില്ല, അത്രയും ഇഷ്ടമാണ് എനിക്ക്. സമാധാനം, സന്തോഷം, അതാണ് ചോദിക്കുക. എല്ലാം ഉണ്ട് കൃഷ്ണൻ്റെ അനുഗ്രഹത്താൽ, എല്ലാം ഉണ്ട്. ഇത് ആദ്യമായിട്ടാണ് 4 അമ്പല ദർശനത്തിന് വരാ? അല്ല, ഞാൻ 2ാമത്തെ പ്രാവശ്യം. ഞാനിപ്പോൾ രാമായണം വായിക്കും, എൻ്റെ വീട്ടിൽ ശിവതി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ മനസ്സിന് എന്തോ സന്തോഷം കിട്ടണേ അത് ചെയ്യുക, തൃപ്തിയാവണത്. മറ്റുള്ളവരെ ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല. നമ്മളുടെ മനസ്സിന് സന്തോഷം കിട്ടുന്നത് ഭക്തിയാണോ, ഭക്തി ചെയ്യുക. ഏത് ദൈവത്തെയാണ്, എല്ലാ ദൈവവും ഒന്നാണ്. പക്ഷെ നമ്മൾ നല്ലപോലെ ആരാധിച്ചു കഴിഞ്ഞാൽ നമുക്ക് വേറെ നമുക്ക് ഏതെങ്കിലും പുറത്തുനിന്നുള്ള വിഷമങ്ങളൊക്കെ വരില്ലേ, അതൊക്കെ നമുക്ക് തരണം ചെയ്യാൻ പറ്റും. ആ ദുഃഖം നമ്മൾ അലട്ടണില്ല. ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഭക്തിയിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് മറ്റുള്ളവർ അതിനെ ബോധം ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്കെല്ലാം നടക്കും, വിചാരിച്ച കാര്യങ്ങളൊക്കെ നടക്കും. അത്ര
പ്രശ്നമായത് നോൺ വെജ് കഴിക്കൽ നിർത്തി ഞാൻ. എനിക്കത് ഭയങ്കര വെജ്, എനിക്ക് നോൺ വെജ് ഇഷ്ടമായിരുന്നു. വെജ് എന്ന് പറഞ്ഞാൽ ചിക്കൻ, മീനാണ് കൂടുതൽ കഴിക്കുക. അപ്പം ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കാറുണ്ട് എനിക്ക് അതിനോടൊന്ന് തൃപ്തി കുറയാൻ വേണ്ടി. ഇപ്പം അത് കുറഞ്ഞിട്ടുണ്ട്, ഇപ്പം ഞാൻ നിർത്തിയിട്ടുണ്ട്. പല ഭക്തരും നമ്മുടെ കൂട്ടായ്മയിലുള്ള പല ഭക്തരും കൂടുതൽ ആഗ്രഹിക്കുന്നതായിരിക്കും എങ്ങനെയെങ്കിലും നോൺ വെജ് അത് നിർത്തണം ഞാൻ ആഗ്രഹിച്ചിരുന്നു. അപ്പോൾ എനിക്ക് ഇപ്പം നിർത്താൻ പറ്റി. എനിക്ക് സുഖമായിട്ട് രാമായണം വായിക്കാനും ശിവോതി വെച്ച് പ്രാർത്ഥിക്കാനും ഒക്കെ പറ്റുന്നുണ്ട്. ഭഗവാനുള്ള ഒരു പ്രാർത്ഥനയോടുകൂടി തന്നെയാണ്. അതാണ് തോന്നുന്നു എനിക്ക്. ഇപ്പം എനിക്ക് തീരെ ഇഷ്ടമില്ലാണ്ട്. നമ്മൾ നിഷ്ഠയായിട്ടുള്ള ഒരു പ്രാർത്ഥന ഒരു രീതി എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടാവണം. അപ്പം ഞാനത് ആഗ്രഹിച്ചിരുന്ന കാര്യമാണ്. എന്നെക്കൊണ്ട് നോൺ വെജ് നിർത്താൻ പറ്റില്ല എന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. കാരണം അവരും ഒരു ജീവിയാണ്. നമ്മുടെ ഒരു കൈ മുറിച്ച് കഴിഞ്ഞ് വേദന എത്രത്തോളം ഉണ്ട്, അവർ മുറിക്കുമ്പോൾ അത്രയും വേദനയും. അപ്പം അത് നമ്മൾ ചെയ്യണത് ഒരു കരുണയില്ലാത്തൊരു കാര്യമാണ്. അപ്പം അത് നിർത്താൻ പറ്റിയത് തന്നെ എനിക്ക് വലിയൊരു അനുഗ്രഹമായിട്ട്. ഇത്രയും കാര്യങ്ങൾ ഞങ്ങളോടും ഭക്തജനങ്ങളോടുമായിട്ട് പങ്കുവച്ചതിൽ വളരെയധികം നന്ദിയുണ്ട്. ഈ രാമായണ മാസത്തിൽ ഭഗവാന്റെ എല്ലാ അനുഗ്രഹങ്ങളും അമ്മയ്ക്കും അമ്മയുടെ കുടുംബത്തിനും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ആരായാലും ഗുരുവായൂരപ്പനെ നന്നായിട്ട് മനസ്സൊരുക്കി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ എല്ലാം ശരിയാവും. ഞാൻ പറയുന്നു എല്ലാ അനുഭവം. ഓക്കെ അമ്മ, ശരി. ചേച്ചി എന്തെങ്കിലും അങ്ങനെ ജീവിതത്തിൽ ഇപ്പോൾ ഭഗവാൻ മൂലം എന്തെങ്കിലും? എനിക്ക് കുഞ്ഞുങ്ങളുണ്ടായിരുന്നില്ല. ഒരു 2-3 വർഷം, 2.5 വർഷം കഴിഞ്ഞതിന് ശേഷമാണ് അവിടേക്ക് അവതാരം കൃഷ്ണനാട്ടം നടത്താൻ പറഞ്ഞു. അതിന് ശേഷമാണ് മോനുണ്ടായത്. ഇത് എവിടെയെങ്കിലും പോയതിനു ശേഷം പറഞ്ഞാണോ അതോ ഗുരുവായൂർ? എന്നോട് ഒരു ചേച്ചി പറഞ്ഞതാണ് അങ്ങനെ കൃഷ്ണനാട്ടം നടത്താനും പിന്നെ എണ്ണ കൊണ്ട് തുലാഭരം നടത്താനും. അത് ചെയ്തതിനു ശേഷമാണ്. മോന്റെ പേര് തന്നെ ദേവനാരായണൻ, രോഹിണി നക്ഷത്രം ആണല്ലേ? രോഹിണി നക്ഷത്രമാണ് മോനും. അതൊരു വലിയ അത്ഭുതമായി പോയി. ഇപ്പൊ ചേച്ചി ആണെങ്കിലും ഗുരുവായൂർ പോകുമ്പോ എന്തൊക്കെ വഴിപാടാണ് നടത്താറുള്ളത്? ഞാന് തുലാഭാരം ചെയ്യാറുണ്ട്, പാൽപ്പായസം, വെണ്ണ നിവേദ്യം ചെയ്യാറുണ്ട്. ആണല്ലേ? മക്കൾക്ക് വേറെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവാതെ ദീർഘായുസ് നൽകാൻ ആണ് ചോദിക്കാം. പിന്നെ എന്തുകൊണ്ടായിരിക്കും കൃഷ്ണനെ എല്ലാവർക്കും ഇത്ര ഇഷ്ടം, കുട്ടികൾക്കായാലും? കുട്ടികൾക്ക് അഭിപ്രായത്തിൽ എൻ്റെ അഭിപ്രായത്തിൽ ഇതന്നെ കണ്ണൻ്റെ ശ്രുതികളും ഒക്കെ കേട്ട് നമുക്കതിനോടൊരു താല്പര്യം. പിന്നെ എപ്പോഴും ഭഗവാനെ വിളിക്കുക, കൃഷ്ണ, എൻ്റെ കൃഷ്ണ എന്നാണ് വിളിക്കുക. നമുക്കൊരു ബുദ്ധിമുട്ട് വരുമ്പോൾ ഭഗവാനെ. ഗുരുവായൂരപ്പൻ മൂലമാണോ? ഇപ്പം ഞാൻ പറയാം, അമ്മയൊക്കെ ഇങ്ങനെ എന്തെങ്കിലും ജീവിതത്തിൽ എന്തെങ്കിലും ഇപ്പോൾ ഭഗവാൻ മൂലം എന്തെങ്കിലും ഒരു അനുഭവങ്ങൾ എന്തെങ്കിലും ജീവിതത്തിൽ? എന്ന് പറഞ്ഞാൽ ഞാനൊരു കൃഷ്ണൻ്റെ ഒരു ഭക്തയാണ്. പിന്നെ അച്ഛന് ക്യാൻസറിൻ്റെ ഒരു അസുഖം വന്നപ്പോൾ പെട്ടെന്ന് അവിടേക്കുള്ള വഴിപാടുകളും അവിടേക്കുള്ള വ്യാപാരം തൂക്കാനും അങ്ങനത്തെ വഴിപാടുകൾ നേർന്നു. അപ്പോൾ അത്രയും വേഗം അത് ഞങ്ങൾ പ്രതീക്ഷിച്ചതിലും വേഗം അസുഖം ഭേദമായി. പിന്നെ സാധാരണ ഞങ്ങൾ എന്തുണ്ടെങ്കിലും ഭഗവാനെ നാമം ചൊല്ലിയായാലും ഒക്കെ കൃഷ്ണൻ ഒരു ഭക്തയാണ്. സാധാരണ ഗുരുവായൂർ പോകുമ്പോൾ എന്തൊക്കെ വഴിപാടുകളാണ് കഴിക്കാറുള്ളത്? സാധാരണ വഴിപാടുകൾ വെണ്ണ നിവേദ്യം കഴിക്കാറുണ്ട്, പാൽപ്പായസം കഴിക്കാറുണ്ട്, അങ്ങനെയുള്ള സാധാരണയുള്ള വഴിപാടുകൾ. ഇപ്പോൾ നമ്മൾ ആരുടെ അടുത്തായാലും, ഇപ്പോൾ അമ്മമാരുടെ അടുത്താണെങ്കിലും മറ്റ് ഭക്തരുടെ അടുത്ത് ചോദിച്ചാലും എല്ലാവർക്കും കൃഷ്ണനെ ഭയങ്കര ഇഷ്ടമാണല്ലോ. എന്തുകൊണ്ടായിരിക്കും എല്ലാവർക്കും അങ്ങനെ കൃഷ്ണനെ ഭയങ്കര ഇഷ്ടപ്പെടാനുള്ള കാരണം? ഭയങ്കര ഇഷ്ടപ്പെടാനും കൃഷ്ണൻ്റെ കുഞ്ഞുനാളിലുള്ള ലീലാവിലാസങ്ങളും അങ്ങനെ കേട്ടിട്ട് കൃഷ്ണഭക്തന്മാരായിട്ടുള്ള പ്രാർത്ഥനകളും കേട്ടുള്ളത് ആകുമ്പോൾ പ്രത്യേകിച്ച് കൃഷ്ണനോടൊരു ആരാധന. ഞങ്ങളെല്ലാ അമ്പലത്തിലും പോവാറുള്ള ആൾക്കാരാണ്. ശരിക്കും അങ്ങനെ എന്തെങ്കിലും അനുഭവങ്ങളോ മറ്റോ? എൻ്റെ അമ്മമ്മ അങ്ങനെ തൊട്ട് കണ്ടുവരുന്നതാണ്. എൻ്റെ അമ്മയെപ്പറ്റി പറയാമെന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു ഓർമ്മ വെച്ച കാലത്ത് ഒരു 3.5 വയസ്സ് തൊട്ടൊക്കെ എൻ്റെ ലൈഫ് ഓർമ്മയുണ്ട്. ആ കാലം തൊട്ട് അമ്മ ഒരു റിട്ടയർഡ് അച്ഛമ്മായിരുന്നു. പക്ഷെ അമ്മ സ്കൂൾ ജീവിതത്തിൻ്റെ ഇടക്കും എന്ത് പ്രയാസങ്ങളുണ്ടെങ്കിലും സമയത്ത് വിളക്ക് വെക്കുന്നത് വെച്ച് അമ്മ മക്കളെയൊക്കെ ഉണർത്തി ഉറക്കാൻ കിടത്തി അതൊക്കെ കഴിഞ്ഞിട്ട് അമ്മ ഭഗവത്ഗീത പാരായണം ചെയ്യും. ഞാനൊരു അഭിമാനത്തോടെ പറയാം, കഴിഞ്ഞ ഫെബ്രുവരി 14 2024 അമ്മ പോകുന്നത്. TK ശാരദ ടീച്ചർ എന്ന് പറഞ്ഞാൽ ഭഗവത്ഗീത ഫുള്ളറിയാം അമ്മക്ക്. എത്ര ആവർത്തിച്ച് ഉരുവിട്ടോ സംസ്കൃത ശ്ലോകം ചൊല്ലി അതിനോടനുബന്ധിച്ച് മലയാളവും തർജ്ജമയും അത് അമ്മക്ക് നന്നായിട്ട് അറിയാം. കുറച്ച് ഭാഗങ്ങൾ എനിക്കും അറിയാം. ഓം പാർത്ഥായ പ്രതിബോധിത, അത് ഞാനിപ്പം പറയുന്നില്ല ഒരു ഇത്. പിന്നെ ഏത് ദൈവത്തിൻ്റെ മുന്നിൽ പോയാലും കൃഷ്ണ ഗുരുവായൂരപ്പ എന്ന് വിളിക്കുന്ന ഒരു ആറ്റിറ്റ്യൂഡാണ് എൻ്റെ. പിന്നെ ദൈവം എങ്ങനെയും എല്ലാ രൂപത്തിലും കാണുന്നു, ഒറ്റ ദൈവമാണ് ഉള്ളതെന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തി. ഇത്രത്തോളം എന്നെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അനുഭവങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ 1984 ഞാൻ SSLC
മാർച്ചിൽ. അതിൻ്റെ ടൈമിന് അരമണിക്കൂർ മുമ്പേ നമ്മൾ ഹോൾ ടിക്കറ്റും കൊണ്ട് പോകണം. അപ്പോൾ 1.5 കിലോമീറ്റർ അകലത്തിലാണ് എൻ്റെ വീട്. ഇന്നത്തെ കാലത്ത് ഓട്ടോ ഒന്നുമില്ല. അപ്പോൾ ഞാൻ ഹോൾ ടിക്കറ്റ് എടുത്തില്ല, പുസ്തകം മാറിപ്പോയി. എന്നിട്ട് എൻ്റെ ഒരു ദൂരം വരുന്ന ഒരു അമ്മാവൻ, അവിടെ പ്രിൻസിപ്പാളായിരുന്നു അമ്മാവൻ, വേറെ ഏതോ ഒരാളെ ജീപ്പ് എടുത്ത് പോയി. ഏത് ബുക്കിലാണ് വെച്ചതെന്നും കൂടി ഓർക്കതില്ല. അത് ദൈവത്തിൻ്റെ ഒറ്റ ഒരിത്, ജസ്റ്റ് 2-3 മിനിറ്റിനുള്ളിൽ എനിക്ക് കയറാൻ പറ്റി. എനിക്ക് അതിന് എൻ്റെ കണക്കിന് ഫുള്ള് 100-ൽ 100 മാർക്കും ഉണ്ട് ആ വിഷയത്തിന്. അല്ല, ടെൻഷനോടുകൂടി കയറിയ ഒരാളാണ്. ബാക്കി ടോപ്പ് അങ്ങ് മാർക്കൊന്നുമില്ല കേട്ടാ. പക്ഷെ എൻ്റെ മാത്സും കെമിസ്ട്രിയാണ് എൻ്റെ ഇഷ്ട വിഷയം. ഹരേ കൃഷ്ണ. ഓരോ അനുഭവങ്ങളും കേട്ട് കഴിഞ്ഞപ്പോൾ എന്താണ് നിങ്ങൾക്ക് തോന്നിയത്? ഈ 3 പേരുടെയും അനുഭവങ്ങൾ ഞങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട ഭക്തജനങ്ങളെ എപ്രകാരമാണ് സ്വാധീനിച്ചത്? തീർച്ചയായും നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ താഴെ കമന്റിൽ എഴുതുവാൻ മറക്കണ്ടാട്ടോ. ഇപ്പോൾ തന്നെ അത് ചെയ്തു കൊള്ളുക. നിങ്ങൾക്കും ഇതേപോലെ തൻ്റെ ജീവിതത്തിൽ അനുഭവങ്ങൾ, ഭഗവാന്റെ സാന്നിധ്യം ഉണ്ടായിട്ടുണ്ട് എങ്കിൽ അതും സന്തോഷപൂർവ്വം താഴെ എഴുതിക്കൊള്ളുക. മറ്റുള്ള ഭക്തജനങ്ങൾ അവ വായിച്ചു കഴിയുമ്പോൾ അവർക്കും കൂടുതൽ ഭഗവാനിലേക്ക് അടുക്കുവാനായി സാധിക്കും. പിന്നെ സാധാരണ നമ്മൾ അനുഭവ വീഡിയോകൾ സ്പോൺസറിങ്ങിൽ ഉൾപ്പെടുത്താറില്ല. ഒട്ടേറെ ഭക്തജനങ്ങൾ പറയാറുണ്ട് ഓരോ അനുഭവങ്ങളും സ്പോൺസർ ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. പക്ഷേ അനുഭവ വീഡിയോകൾ ഞങ്ങൾ ഒരിക്കലും സ്പോൺസറിങ്ങിൽ ഉൾപ്പെടുത്തില്ല. ക്ഷേത്രയാത്രകളും കൂടാതെ പ്രാർത്ഥനാ വീഡിയോകളൊക്കെയാണ് നമ്മൾ കൂടുതലായും സ്പോൺസറിങ്ങിൽ അല്ലെങ്കിൽ ഗ്രന്ഥദാനങ്ങളിൽ ഉൾപ്പെടുത്താറുള്ളത്. ശരി, അപ്പോൾ കൂടുതലായിട്ട് ഒന്നും പറയാനില്ല കേട്ടോ. എത്രയും പെട്ടെന്ന് തന്നെ അടുത്ത ക്ഷേത്ര വീഡിയോകളും ഇതേപോലെയുള്ള അനുഭവങ്ങളും ഭഗവാന്റെ ഒരുപാട് കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് കാണാം. ഭഗവാൻ ആ കള്ളക്കണ്ണൻ എല്ലാ ഭക്തജനങ്ങളെയും 2 കൈയും നീട്ടി ഈ വേളയിൽ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുകയാണ്. കാണാം, പകലാം. നന്ദി, നമസ്കാരം.